വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. നമ്മുടെ എറണാകുളം അയ്യപ്പങ്കാവ് അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിരിക്കുകയാണേ. 14-ാം തീയതി വരെ അതിന്റെ പുറകെ ആയിരിക്കും. എങ്കിലും കഴിയുന്നതും എല്ലാ ദിവസവും ചെറിയ പാർട്ടെങ്കിലും ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ കഥയിലേക്ക്. പറയാൻ ഇനിയും 58. അല്പസമയത്തിനുള്ളിൽ തന്നെ ശ്രീഹരി ക്യാൻറ്റീനിൽ നിന്നും 2-3 പാക്കറ്റ് ബിസ്ക്കറ്റുകളും ഒരു ചെറിയ ഫ്ലാസ്കിൽ കട്ടൻ കാപ്പിയുമായി തിരികെ വന്നു. ഇതെവിടെ നിന്നാടാ ഈ ഫ്ലാസ്ക്? ഓ, അതാ ക്യാൻറ്റീനിലുണ്ടായിരുന്നു. ചേട്ടന് രാത്രി ഒന്നും കഴിക്കണ്ടേ? ഞാൻ ഇടയ്ക്ക് പോയി കഴിച്ചോളാം. നീ എന്നാ പോകാൻ നോക്ക്, നീ വൈകണ്ട. സുദേവ് നിർബന്ധിച്ചതോടെ ഹരി യാത്ര പറഞ്ഞിറങ്ങി. സുദേവ് വാതിലടച്ച് ഒരു കസേര വലിച്ച് വിഭയുടെ ബെഡിനടുത്തേക്ക് ഇട്ട ശേഷം അവളുടെ കൈയെടുത്ത് കൈക്കുള്ളിൽ വെച്ച് തലോടിക്കൊണ്ട് ആ മുഖത്തേക്ക് നോക്കി. ക്രമമായി ശ്വസിക്കുന്നതിനൊപ്പം ഞരങ്ങുകയും ചെയ്യുന്നുണ്ടവൾ. ഇടയ്ക്കെന്തോ പിറുപിറുക്കുന്നത് പോലെ കേട്ടപ്പോൾ അവൻ ചെവി അവളുടെ മുഖത്തിനരികിലേക്ക് അടുപ്പിച്ചു. ആ മയക്കത്തിനിടയിലും അവൾ തന്റെ പേരാണ് മന്ത്രിക്കുന്നതെന്ന് മനസ്സിലായതും അവളുടെ നെറുകയിൽ ഉമ്മ വെച്ച ശേഷം അവൻ തിരികെ കസേരയിലേക്ക് തന്നെ ഇരുന്നു. ഇടയ്ക്കെപ്പോഴോ അവൾ വിളിക്കുന്നത് പോലെ കേട്ടാണ് സുദേവ് മയക്കത്തിൽ നിന്നും ഉണർന്നത്. ഉണ്ണിയേട്ട. വീണ്ടും ആ വിളി അവൻ കേട്ടു. ഇപ്രാവശ്യം ആ ശബ്ദം കുറെ കൂടി വ്യക്തമാണ്. ഉറക്കത്തിൽ നിന്നും പൂർണ്ണമായി ഉണർന്ന അവൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് അവളെ നോക്കി. കണ്ണുകൾ തുറന്ന് അവനെ തന്നെ നോക്കി കിടക്കുകയാണവൾ. ആ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് നിർത്താതെ ഒഴുകുന്നുമുണ്ട്. അവൻ കൈ ഉയർത്തി അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. എന്തിനടാ കരയുന്നത്? കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. കട്ടിലേക്ക് കയറി അവളുടെ അടുത്തേക്ക് ഇരുന്നിട്ട് അവൻ വാച്ചിലേക്ക് നോക്കി. സമയം രാത്രി 1 മണി കഴിഞ്ഞിരിക്കുന്നു. അവളുടെ സ്വരത്തിലെ വേവലാതി തിരിച്ചറിഞ്ഞതും അവളെ ആശ്വസിപ്പിക്കും പോലെ അവൻ അവളെ നോക്കി ചിരിച്ചു. ഏയ്, പേടിക്കണ്ട കേട്ടോ. അവൻ എന്റെ കൊച്ചിനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴേക്കും ഞാൻ എത്തിയില്ലേ? ആണോ? എന്നിട്ട് അവനെവിടെ? അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നെ അവൻ ആവശ്യമുള്ളതൊക്കെ ഞാൻ ശരിക്ക് കൊടുത്തും വിട്ടിട്ടുണ്ട്. ആണോ? അവനെ ശരിക്കും ഇടിച്ചോ? പിന്നല്ലാതെ അവന്റെ പണിപ്പുര ഞാൻ കലക്കിയിട്ടുണ്ട്. പോരെ? അവൻ ഇനിയും വരും. എന്നെ അവനെ വിട്ടുകൊടുക്കല്ലേ ഉണ്ണേട്ട. അവൾ അവന്റെ കയ്യിൽ കയറി പിടിച്ചു. അവളുടെ കണ്ണുകളിൽ ഭയം നിഴലിക്കുന്നത് അവൻ കണ്ടു. വീണ്ടും അവൾ കരയാൻ തുടങ്ങിയതോടെ അവൻ കിടക്കയിലേക്ക് മെല്ലെ ഒന്ന് ചാഞ്ഞ് അവളെ പൊതിഞ്ഞു പിടിച്ചു. ഇല്ലട പൊന്നെ, ഇനി അവനെ ഓർത്ത് എന്റെ കുഞ്ഞോള് പേടിക്കണ്ട കേട്ടോ. ഇനി അവൻ വരില്ല. ദേ, ഈ ഉണ്ണിയേട്ടനാ പറയുന്നത്. കൊല്ലണം അവനെ. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ വന്യമായൊരു തിളക്കമായിരുന്നു. ഉണ്ണിയേട്ടൻ അറിയോ, അവൻ കാരണം കുറച്ചുനാൾ ഡിപ്രഷന്റെ മരുന്ന് വരെ കഴിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. ആണോ? എന്നോട് ദേഷ്യമുണ്ടോ? എന്തിനാടാ നിന്നോട് ദേഷ്യം തോന്നുന്നത്? പറയുന്നതിനൊപ്പം അവൻ അവളുടെ കണ്ണുകളിൽ ചുണ്ടുകൾ അമർത്തിയിരുന്നു. ഇതൊന്നും ഞാൻ പറയാതിരുന്നത് കാരണം ദേഷ്യമുണ്ടോന്നാ ചോദിച്ചേ. വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഓർക്കാതിരിക്കുകയും പറയാതിരിക്കുകയും ചെയ്യുന്നത് തന്നെയാ നല്ലത്. അവന്റെ ആശ്വാസവാക്കുകൾ കേട്ട് അവളുടെ മുഖം തെളിഞ്ഞു. ഇങ്ങ് വാ. അവൾ അവനെ കൈ കാട്ടി വിളിച്ചു. അവൻ പുരികങ്ങൾ ഉയർത്തി അവളെ നോക്കി. എന്നെ ഉമ്മവക്ക്. അവളുടെ കണ്ണുകളിൽ അലയടിച്ച സാഗരം അവനോട് ഒരുപാട് കഥകൾ പറഞ്ഞു. അവൻ പതുക്കെ മുഖം താഴ്ത്തി അവളുടെ ചുണ്ടുകളിൽ ചുണ്ടമർത്തി. മുഖമുയർത്താൻ തുടങ്ങിയ അവന്റെ മുടിയിൽ പിടിച്ചു നിർത്തി അവൾ അവന്റെ ചുണ്ടുകളെ വിഴുങ്ങി. ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ അവന്റെ ചുണ്ടുകളെ മോചിപ്പിക്കുമ്പോൾ അവൾ കിതച്ചു പോയിരുന്നു. എനിക്ക് വിശക്കുന്നു. ആ ചുംബനത്തിന്റെ ലഹരിയിൽ മുഴുകിയിരുന്ന അവൻ അവൾ പറഞ്ഞത് പെട്ടെന്ന് കേട്ടില്ല. എനിക്ക് വിശക്കുന്നു. അതിനെന്താ, ദേ നല്ല ആരോറൂട്ട് ബിസ്ക്കറ്റുണ്ട്. കാപ്പിയിൽ മുക്കി അങ്ങ് കഴിച്ചാണ്ടല്ലോ വിശപ്പെല്ലാം ടപ്പേന്ന് മാറും. പിന്നെ ആരോറൂട്ടന്റെ പട്ടി തിന്നും. എനിക്ക് പൊറോട്ട വേണം. ചോടാ, പൊറോട്ട കഴിക്കാൻ പറ്റില്ല, ഡോക്ടർ വഴക്ക് പറയും. ദേ, നല്ല കുട്ടിയല്ലേ, ഈ ബിസ്ക്കറ്റ് കഴിച്ചേ. ആരോ റൂട്ടിന്റെ ഒരു പാക്കറ്റ് പൊട്ടിച്ച്
അതിൽ നിന്നും ഒരു ബിസ്ക്കറ്റ് എടുത്ത് അവൻ അവൾക്ക് നേരെ നീട്ടി. വേണ്ട. അവൾ മുഖം വെട്ടിച്ചു. ഉണ്ണേട്ടന്റെ ചക്കര കുട്ടിയല്ലേ? അല്ല. പഞ്ചാര കുട്ടിയല്ലേ? അല്ല. കവിൾ വീർപ്പിച്ചു പിടിച്ചുകൊണ്ടവൾ അവനെ നോക്കി. ചക്കര പൊന്നാര പഞ്ചാര തേൻകുട്ടിയല്ലേടാ? അല്ല. പൊട്ടിവന്ന ചിരി കടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ട് അവൾ തലയിളക്കി. എടാ, എന്തെങ്കിലും കഴിക്കാതിരുന്നാല് നാളെ പോകാൻ പറ്റില്ല കേട്ടോ. ബിസ്ക്കറ്റ് വേണ്ട. പിന്നെ എന്താ മോളൂട്ടിക്ക് വേണ്ടത്? പൊറോട്ട എന്തായാലും പറ്റില്ല. എന്നാ ദോശ. ദോശേ? ഈ പാതിരാത്രിയിൽ എവിടെ ഇരിക്കണ ദോശ? ഇത് മെഡിക്കൽ സെന്റർ തന്നെയല്ലേ? അതെ. അതിന്? ഇതിന്റെ മുന്നിലേ ഒരു തട്ടുകടയുണ്ട്, പോയി മേടിച്ചോണ്ട് വാ. അത് നിനക്കെങ്ങനെ അറിയാം? അന്ന് കിടന്നപ്പോ മിക്ക ദിവസവും രാത്രി ആശ്രയ പോയി വാങ്ങുമായിരുന്നു. ശരി. അപ്പോ അന്ന് പൊന്നുമക്കള് രണ്ടും കൂടി ശരിക്കും എൻജോയ് ചെയ്യുകയായിരുന്നല്ലേ? അതിന് മറുപടിയായി അവളൊന്ന് ഇളിച്ചു. അവളെ നോക്കിയൊന്ന് കണ്ണുരുട്ടിയിട്ട് സുദേവ് നഴ്സിംഗ് ബേയിൽ പോയി നഴ്സിനോട് ചോദിച്ചപ്പോൾ ദോശ കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ താഴെയുള്ള തട്ടുകടയിൽ പോയി ദോശയും ചമ്മന്തിയും വാങ്ങിക്കൊണ്ടുവന്നു. തട്ടിലിരുന്ന് അത് ആസ്വദിച്ച് കഴിക്കുന്നവളെയും നോക്കി സുദേവ് കസേരയിലേക്ക് ചാരി ചിരിച്ചും കൊണ്ടിരുന്നു. പിറ്റേ ദിവസം കാലത്തു തന്നെ ഹരി ഹോസ്പിറ്റലിലേക്കെത്തി. എഴുതി തയ്യാറാക്കിയ ഒരു പരാതിയും കൊണ്ടായിരുന്നു അവൻ വന്നത്. സുദേവ് അത് വായിച്ചു നോക്കിയിട്ട് ഒപ്പിടാനായി വിഭയെ ഏൽപ്പിച്ചു. വിഭക്കുട്ടി, ഈ പരാതിയിൽ അവൻ നിന്നെ ദേഹോപദ്രവമേൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഡ്രഗ്സ് നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ എഴുതിയാൽ പിന്നെ അതിന്റെ പുറകെ കോടതി കയറിറങ്ങേണ്ടി വരും. തൽക്കാലം ഇത് മതി. അവൾ തലകുലുക്കിയിട്ട് ശ്രീഹരി കൊടുത്ത പേന വാങ്ങി അതിൽ സൈൻ ചെയ്തു. ആ ശ്രീകാന്തിനെ കിട്ടിയോടാ? അവൻ ആരായിരുന്നു? ഒപ്പിട്ട പരാതി വാങ്ങി ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചു നോക്കുന്ന ശ്രീഹരിയോട് സുദേവ് ചോദിച്ചു. അത് രണ്ടുപേരും ഭാര്യാഭർത്താക്കന്മാർ തന്നെയാ. അന്വേഷിച്ചപ്പോ അത്യാവശ്യം കേസൊക്കെ സ്വന്തമായിട്ടുള്ള ടീംസാ ചേട്ടാ. ഡ്രഗ് ട്രാഫിക്കിങ്, ഹണി ട്രാപ്പ് എല്ലാം ഉണ്ട്. രണ്ടിനെയും പോക്കിയിട്ടുണ്ട്. അതുങ്ങൾ രണ്ടും എന്തായാലും ഇനി കുറച്ചു കഴിയാണ്ട് പുറത്തിറങ്ങില്ല. ഓ എന്റെ ഈശ്വര, എന്തായിരുന്നു അവളുടെ അഭിനയം? ഒന്ന് പൊട്ടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. വിഭ ഇച്ഛാഭംഗത്തോടെ സുദേവിനെ നോക്കി. സാരമില്ല, നിനക്ക് പകരം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൻ അവളെ സമാധാനിപ്പിച്ചു. അത് മതി. അതുമാത്രമല്ല ചേട്ടാ, ഇന്നലെ ആ ചേർത്തലയിലേക്ക് ഓട്ടം വിളിച്ചിരുന്നവന്മാരും കിരണിന്റെ ആൾക്കാരാണോ എന്ന് സംശയമുണ്ട്. അവന്മാരും ഇതുപോലെ കേസും അടിയും ഒക്കെ ആയിട്ട് നടക്കുന്നവന്മാരാ. അങ്ങനെ ഒരു സംശയം എനിക്കും തോന്നാതിരുന്നില്ല. എന്തായാലും ഏട്ടത്തിക്ക് നല്ല ദൈവാനുഗ്രഹമുണ്ട്. കൃത്യസമയത്ത് തന്നെ അവന്മാര് വന്ന ആ ബൈക്കിലേക്ക് ഒരു ടിപ്പർ ലോറി അങ്ങ് കയറിക്കൊടുത്തു. രണ്ടും മിക്കവാറും തീരുമെന്നാ കേട്ടത്. ഹരി പറഞ്ഞത് കേട്ട് ഒരു ദീർഘനിശ്വാസത്തോടെ വിഭ കൈകൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. അവളുടെ ഉള്ളിൽ അപ്പോൾ തെളിഞ്ഞത് ഫ്ലാറ്റിലെ ഹാളിലിരിക്കുന്ന ആ കൃഷ്ണരൂപമായിരുന്നു. ഇന്നിപ്പോ കാലത്ത് തന്നെ ഡിസ്ചാർജ് ചെയ്യില്ല ചേട്ടാ? ഹരി ചോദിച്ചത് കേട്ടാണ് അവൾ കണ്ണുകൾ തുറന്നത്. ഡോക്ടർ വന്നാലുടനെ ഡിസ്ചാർജ് ചെയ്യുമെന്നാ പറഞ്ഞത്. അപ്പോ ശരിയേടത്തി, ഞാൻ അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് ചലിക്കട്ടെ. പിന്നെ ഇന്ന് ഇതിപ്പോ 26-ാം തീയതിയായി. ഇനി 12 ദിവസമേ ഉള്ളൂ കല്യാണത്തിന്. അപ്പോ വേഗം വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ അങ്ങ് ഷടപ്പെട്ടെ എന്ന് ശരിയാക്കട്ടോ. ഓക്കെ അനിയൻകുട്ട. നമ്മുടെ അനിയത്തിക്കുട്ടി ഇന്നലത്തെ സംഭവം വല്ലതും അറിഞ്ഞോ? അവളോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഒന്ന് വിളിക്കണം. ഇല്ല, ഇന്ന് ഏട്ടത്തി ഓഫീസിൽ ചെല്ലാണ്ടാകുമ്പോ അവൾ കാര്യം പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ പറഞ്ഞില്ലെന്നും പറഞ്ഞ് എന്റെ കാര്യം കട്ട പുകയായിരിക്കും. അതും പറഞ്ഞിട്ടവൻ സുദേവിന് നേർക്ക് തിരിഞ്ഞു. ചേട്ടാ, ചാക്കോളാസ് പൗലിയം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം നമുക്ക് അവിടെ വരെ ഒന്ന് പോണം. റിസപ്ഷന്റെ മെനു ഒന്നുകൂടി ഒന്ന് നോക്കണം. ഓക്കെ, ഞാനൊരു 5 മണിയാകുമ്പോ അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ ചേട്ടാ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഹരി അവരോട് യാത്ര പറഞ്ഞിറങ്ങി. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഡിസ്ചാർജായി അവർ ഫ്ലാറ്റിലേക്കെത്തി. ഫ്ലാറ്റിലെ താമസക്കാരെല്ലാം വിഭ ആക്രമിക്കപ്പെട്ട കാര്യം അറിഞ്ഞിരുന്നു. പക്ഷെ മോഷണ ശ്രമത്തിനിടയ്ക്കുള്ള ആക്രമണമായിട്ടാണ് അവിടെയുള്ളവർ അറിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടായതുമില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ കല്യാണത്തിന്റെ തിരക്കിലേക്ക് മുങ്ങി. ശബരിയും കുടുംബവും 5-ാം തീയതി എത്തും എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു.
ഇടയ്ക്കൊരു ദിവസം ആശ്രയയും വിഭയും സുദേവും ഹരിയും കൂടി പോയി സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സുകളുടെ ട്രയൽ നോക്കി കറക്റ്റ് ചെയ്തു. സരോജിനി അമ്മമ്മയുടെ വീട്ടിൽ വിളിച്ച് കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ രമച്ചിറ്റയാണ് വിഭയുടെ തോന്നിയവാസങ്ങൾക്കെല്ലാം വളം വെച്ച് കൊടുക്കുന്നതെന്നും പറഞ്ഞ് പുള്ളിക്കാരിക്ക് അമ്മമ്മ വയറ് നിറച്ചു കൊടുത്തെങ്കിലും കല്യാണത്തിന് വന്നേക്കാം എന്നും പറഞ്ഞാണ് അവർ ഫോൺ വെച്ചത്. മെഹന്തിയും ഹൽദിയും ഒന്നും വേണ്ടെന്ന് ആശ്രയയുടെ അച്ഛൻ നിർബന്ധം പിടിച്ചിരുന്നെങ്കിലും പുള്ളിയെ അറിയിക്കാതെ സുദേവിന്റെയും ഹരിയുടെയും കസിൻസും പിള്ളേരും ചേർന്ന് എറണാകുളത്ത് തന്നെ അതൊക്കെ സംഘടിപ്പിച്ചു. ആശ്രയയുടെ വീട്ടിൽ നിന്നും അവരുടെ കസിൻസ് എല്ലാം എറണാകുളത്തെത്തി ആ ചടങ്ങുകളിൽ പങ്കെടുത്തപ്പോൾ വിഭയോടൊപ്പം നിൽക്കാൻ രമച്ചിറ്റയും വീട്ടുകാരും മാത്രമാണ് ഉണ്ടായിരുന്നത്. എങ്കിലും ഒരിക്കൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു അവൾ. മെഹന്തി കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ആശ്രയ കൊടുങ്ങല്ലൂരിലേക്കും വിഭ രമച്ചിറ്റയുടെ വീട്ടിലേക്കും പോയി. പറഞ്ഞിരുന്നത് പോലെ തന്നെ 5-ാം തീയതി വൈകുന്നേരം ശബരിയും ശ്രീജയും പിള്ളേരും എത്തി. 6-ാം തീയതി അവർ തന്നെയാണ് ആശ്രയയുടെയും വിഭയുടെയും കല്യാണ സാരികൾ അവരുടെ വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തതും. കല്യാണ ദിവസം കാലത്ത് അപ്പച്ചിയുടെ വീട്ടിൽ നിന്നും പുറപ്പെടാം എന്നാണ് തീരുമാനിച്ചിരുന്നത്. വീട്ടിൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ലെങ്കിലും അപ്പച്ചിയുടെ നിർബന്ധപ്രകാരം വീട്ടുമുറ്റത്തൊരു പന്തൽ കെട്ടിയിരുന്നു. കല്യാണ വീടാണെന്ന് 4 പേര് അറിയണ്ടേടാ എന്നാണ് ശ്രീഹരി ചോദിച്ചപ്പോൾ അപ്പച്ചി പറഞ്ഞത്. അത് മാത്രം പോരാ, മുറ്റത്തെ മരങ്ങളിലെല്ലാം നിറയെ കളർ ബൾബുകളും പന്തലിനകത്ത് പാട്ടും കേൾക്കണമെന്നും പറഞ്ഞ് സുദേവിനെ കൊണ്ട് അതുമൊക്കെ അപ്പച്ചി സെറ്റ് ചെയ്യിപ്പിച്ചു. സുദേവ് തലേ ദിവസം അപ്പച്ചിയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഇടപ്പള്ളിയിലും പനമ്പകാട്ടുമുള്ള കുറച്ച് വല്യച്ഛന്മാരും കുഞ്ഞച്ഛന്മാരുമൊക്കെ അപ്പച്ചിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അവരെ കൂടാതെ തൃശൂരിലുള്ള ശ്രീഹരിയുടെ അച്ഛന്റെ ബന്ധുക്കളിൽ ചിലരും അന്നേ ദിവസം വീട്ടിലേക്ക് എത്തിയിരുന്നു. ബാക്കിയുള്ളവരൊക്കെ കല്യാണം നടക്കുന്ന കെബീസ് ദർബാർ കൺവെൻഷൻ സെന്ററിലേക്ക് എത്താം എന്നാണ് അറിയിച്ചിരുന്നത്. രാത്രി മുതിർന്നവരെല്ലാം ചെറിയൊരു വെള്ളമടി സെറ്റപ്പുമായി ഒരു മുറിയിൽ കൂടിയപ്പോൾ പിള്ളേരിലൊരുത്തൻ അപ്പച്ചിയുടെ നിർദ്ദേശപ്രകാരം ഓരോ പാട്ടും മാറ്റി മാറ്റി വെക്കാൻ തുടങ്ങി. സുദേവ് ഫോണുമെടുത്ത് മുകളിലത്തെ മുറിയിലേക്ക് കയറി. മുകളിലത്തെ വരാന്തയിൽ ഫോണും പിടിച്ച് കൂനിക്കൂടിയിരിക്കുകയായിരുന്ന ശ്രീഹരി സുദേവിനെ കണ്ടതും ഒന്ന് ഇളിച്ചു കാട്ടി. അവന്റെ ആ ഇളി കണ്ടപ്പോൾ തന്നെ അങ്ങേ തലക്കൽ ആശ്രയായിരിക്കുമെന്ന് ഊഹിച്ച സുദേവ് തിരികെ അവനെയും നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചിട്ട് മുറിക്കകത്തേക്ക് കയറി വിഭയെ വിളിച്ചു. കാത്തിരുന്നത് പോലെ ആദ്യത്തെ റിങ്ങിൽ തന്നെ അവൾ ഫോൺ എടുത്തു. നല്ല ആളാ, ഇപ്പോഴാണോ വിളിക്കുന്നേ? അവളുടെ ശബ്ദത്തിലെ പരിഭവം അവൻ തിരിച്ചറിഞ്ഞു. നിന്ന് തിരിയ സമയം കിട്ടിയിട്ടില്ല എന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി ശരിയാക്കാനുണ്ടായിരുന്നു. ദേ ഇപ്പോഴാ ഒന്ന് നിലത്തു നിന്നത്. ഓ, അതിനിങ്ങനെ മുഖം വീർപ്പിച്ച് പിടിക്കാതെ കുഞ്ഞാ. പിന്നെ ഞാനിവിടെ മുഖം വീർപ്പിച്ചിട്ടൊന്നുമില്ല. ഉവ്വ, അതെനിക്കറിയാലോ. ഓ അവിടുന്ന്. കൂട്ടത്തിൽ അവളുടെ ചിരിയും കേട്ട സുദേവിനും ചിരി വന്നു. ആ ഉണ്ണിയേട്ടാ, ഞാനിപ്പോ വാവയെ വിളിച്ചായിരുന്നേ. അവള് വലിയ സങ്കടത്തിലാ. നാളെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും നമ്മളോടൊപ്പം കൂടാൻ പറ്റാത്തതിന്റെ വിഷമത്തിലാ അവള്. ഉണ്ണിയേട്ടനൊന്ന് വിളിച്ചേക്കണേ. ഞാൻ വിളിച്ചോളാം. വിഷമിക്കാതെ ഉണ്ണിക്കുട്ട, എല്ലാം ശരിയാവുന്നേ. ഏയ്, എനിക്ക് വിഷമമൊന്നുമില്ല. ഉവ്വ, അതെനിക്കും അറിയാലോ. അരിയന്തേ? അവനവിടെ അപ്പുറത്തുണ്ട്. ഇപ്പോഴും ആശ്രയവുമായി കത്തിവെച്ചോണ്ടിരിപ്പുണ്ട്. നാളെ എപ്പോഴാ ഇറങ്ങുന്നേ? നാളെ ഇവിടുന്ന് ഒരു 8 മണിയാകുമ്പോൾ ഇറങ്ങണമെന്നാ വിചാരിക്കുന്നത്. വഴിയിൽ ബ്ലോക്ക് കിട്ടിയാൽ പോലും 10 മണിയാകുമ്പോൾ അവിടെ എത്തണം. അതാ, നിങ്ങളുടെ വണ്ടിയും അവിടെ 8 മണിയാകുമ്പോൾ എത്തും കേട്ടോ. ഇവിടെ അതിനു മുന്നേ റെഡിയാകും. ബ്യൂട്ടീഷ്യൻ 4 മണിക്ക് വരുന്നാ പറഞ്ഞേക്കുന്നേ. അവിടെ എത്ര മണിക്കാ വരുന്നേ? അറിയില്ല, ഹരിയാണ് അതൊക്കെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. എനിക്ക് വലിയ മേക്കപ്പ് ഒന്നുമില്ല. അതെന്താ മനുഷ്യ, നിങ്ങൾക്ക് മേക്കപ്പ് പിടിക്കില്ലേ? പിടിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഈ വയസ്സാം കാലത്ത് എന്തോന്ന് മേക്കപ്പ്. എന്തോ ഇതൊരൊറ്റ കുത്തു ചെന്നുണ്ടല്ലോ. അതെ, ഒരു കാര്യം കൂടി ചെയ്യാവോ? എന്താടാ? ഉണ്ണിയേട്ടന്റെ ആ താടി ഒന്ന് പഠിച്ചാലോ? താടി പഠിക്കാനോ? ആന്നേ, ഒരാഗ്രഹം അങ്ങനെ ഒന്ന് കാണാൻ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചോ. അത് വേണോ? അവൻ താടിയിൽ തടവിക്കൊണ്ട് ഒന്ന് ആലോചിച്ചു. ഓ, വേണ്ടെങ്കി വേണ്ട. ദേ പിന്നെ മുഖം വീർപ്പിച്ചു. ഇല്ല. അങ്ങേ തലക്കൽ നിന്നും കുലുങ്ങിച്ചിരിച്ചുകൊണ്ടുള്ള മറുപടി. അല്ല, ഈ താടി വടിച്ചിട്ടെന്തിനാ?
അത് പറയാം, ആദ്യം പഠിക്കുന്നേ. ശരിയിടാ. അധികം ഉറക്കം നിൽക്കണ്ട കേട്ടോ, വേഗം കിടക്കാൻ നോക്കിക്കോ. അവിടെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അതോ, അത് വീട്ടിലെ കല്യാണമാണെന്നേ അപ്പച്ചി നാട്ടുകാരെ അറിയിക്കുന്നതാ. ആണോ? ശോ, കൊള്ളാം. ഇപ്പൊ അങ്ങോട്ട് വരാൻ തോന്നുന്നു. അച്ചോടാ, എന്നൊരു കാര്യം ചെയ്, പോര്. ഉണ്ണിയേട്ടൻ എന്നാലേ ആ ബുള്ളറ്റും എടുത്തോണ്ട് ഇങ്ങോട്ട് വാ. എന്നിട്ട് എന്നിട്ട് നമുക്കൊന്ന് കറങ്ങാം. എന്നിട്ട് നാളെ രാവിലെ കല്യാണപ്പന്തലിൽ ഇങ്ങനെ മൂങ്ങേനെ പോലെ ഇരിക്കാം അല്ലേ? ഓ, അവിടെ പാട്ടൊന്നുമില്ലേടാ? ഇവിടെ പാട്ടല്ല, ഓട്ടം തുള്ളലായിരുന്നു. ഏ? അതേന്നേ, കുഞ്ഞച്ഛന്റെ വക ഉപദേശങ്ങൾ. ഓ, അത് ശരി. ശരി, എന്നാ ഉണ്ണിക്കുട്ടൻ പോയി ചാച്ചിക്കോട്ടോ. ഉമ്മ. ഗുഡ് നൈറ്റ് വിഭക്കുട്ടി. പോരാ. എന്തു പോരെന്ന്? ഉമ്മ കിട്ടിയില്ല. നാളെ നേരിട്ട് തരാട്ടോ. ഓടുന്നു. ഇനി അതിന് മുഖം വീർപ്പിക്കണ്ട. ഉമ്മ മതിയോ? ഹാപ്പി. എന്നാ കുഞ്ഞോള് വേഗം പോയി കിടന്നുറങ്ങാൻ നോക്ക് കേട്ടോ. സുദേവ് ഫോൺ കട്ട് ചെയ്തിട്ട് വാവയെ വിളിക്കാനായി അവളുടെ നമ്പർ സെലക്ട് ചെയ്തു. തുടരും. പറയാനിനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം ലൈക്കുകൾ ചെയ്തും ലിങ്ക് ഷെയർ ചെയ്തും സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ.